മിൽക്കി മിസ് പ്രസൻസ് മാജിക് അവനിലേക്ക് സ്വാഗതം. നാടൻ വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. നമ്മുടെ എല്ലാവരുടെയും എന്താ പറയുക, നൊസ്റ്റു എന്നൊക്കെ പറയില്ലേ, നൊസ്റ്റാൾജിയ ഉള്ള പല പല ഓർമ്മകളിൽ നമ്മൾ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ, തിരിച്ച് വീട്ടിലെത്തുമ്പോൾ, വൈകുന്നേരങ്ങളിൽ അമ്മ ഉണ്ടാക്കി വയ്ക്കുന്ന അല്ലെങ്കിൽ മുത്തശ്ശി ഉണ്ടാക്കി വയ്ക്കുന്ന ചെറിയ പലഹാരങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മുടെ മനസ്സിലെ ഒരുപാട് ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളാണ്. ഇപ്പോൾ സിറ്റിയിൽ താമസിക്കുമ്പോഴാണെങ്കിൽ നമ്മൾ അവധിക്കാലത്ത് വീട്ടിലേക്ക് പോകുമ്പോൾ, അമ്മയുടെ വീടോ അച്ഛൻ്റെ വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ അതൊരു പ്രത്യേക ഒരു ഫീലാണല്ലേ. അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പലഹാരം, നാടൻ പലഹാരങ്ങൾ, വീട്ടിലുണ്ടാക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അത്തരം ഒരു ഐറ്റത്തിലാണ് ഞാനിന്ന് നമ്മുടെ മാജിക് അവൻ തുടങ്ങുന്നത്. ഇതൊരു അരിയുണ്ടയാണ്. ഇത് അരി വറുത്തുണ്ടാക്കുന്ന അരിയുണ്ട. അത് വേറെ ഡിഫറെൻറ്റ് സ്റ്റൈലിൽ കുറച്ചുകൂടെ വ്യത്യാസത്തിൽ ഞാൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. കുറച്ച് കാര്യങ്ങളും കൂടിയൊക്കെ ചേർത്തിട്ട് വ്യത്യസ്തമായ ഒരു അരിയുണ്ട. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്പെഷ്യൽ അരിയുണ്ട ചേരുവകൾ: ചമ്പാവരി 1 കപ്പ്, ശർക്കര പൊടിച്ചത് 1 കപ്പ്, ഏലക്ക 5 എണ്ണം, ശർക്കര ഉരുക്കാൻ ആവശ്യമുള്ള വെള്ളം 1/4 കപ്പ്, കപ്പലണ്ടി 1/2 കപ്പ്, ആൽമണ്ട്സ് അഥവാ ബദാം 1/4 കപ്പ്, അണ്ടിപ്പരിപ്പ് 1/4 കപ്പ്. അപ്പോൾ നമ്മുടെ വ്യത്യസ്തമായ അരിയുണ്ടയിലേക്ക് പോകാം. ഇതൊരു ഹെൽത്തി വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം നല്ല ചമ്പാവരിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതായത് തവിട് കളയാത്ത അരി. പറ്റുമെന്നുണ്ടെങ്കിൽ അത്രയും നല്ല അൺപോളിഷ്ഡ് റൈസ് ആണെങ്കിൽ ഏറ്റവും നല്ലത്. അതൊരു കാര്യം. രണ്ടാമത് അതിനകത്തേക്ക് കുറച്ച് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കുറച്ച് നട്ട്സൊക്കെ ചേർക്കുന്നു. കപ്പലണ്ടി ഉണ്ട്, ബദാമുണ്ട്, കുറച്ച് അണ്ടിപ്പരിപ്പുണ്ട്, പിന്നെന്താ പറയുക, കുറച്ച് ഏലക്ക വെച്ചിട്ടുണ്ട്, ശർക്കരയാണ് വെച്ചിരിക്കുന്നത്. ശർക്കരയ്ക്ക് പകരം വേണമെങ്കിൽ കരിപ്പട്ടിയാകാം, അല്ലെങ്കിൽ പനങ്കൽക്കണ്ടാകാം, എന്ന് വേണമെങ്കിലാകാം. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ, അതായത് ഇതെല്ലാം പ്രത്യേകം എടുക്കാം. അരി ഒന്ന് വറുക്കുക, എന്നിട്ട് പൊടിച്ചെടുക്കാം. നട്ട്സ് എല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കുക, ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കുക. ഇത്രയാണ് കാര്യം. പിന്നെ അരി വറുത്ത് പൊടിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് ഏലക്കായും കൂടി ചേർത്തിട്ട് പൊടിക്കാം. അപ്പോൾ ഒന്നിച്ച് പൊടിച്ച് കിട്ടും. അപ്പോൾ അടുപ്പ് കത്തിച്ചിട്ട് ഈ 2 കാര്യങ്ങൾ, അരി വറുക്കൽ ആൻഡ് ശർക്കര ഉരുക്കൽ, ഒന്നിച്ച് ചെയ്യാം. ആദ്യം നമുക്ക് ശർക്കര ഉരുക്കാനായിട്ട്, ഇത് 1 കപ്പ് ശർക്കര പൊടിയാണ്. അതൊരു പാത്രത്തിലാക്കിയിട്ട് ആവശ്യാനുസരണം നമുക്ക് ഉപയോഗിക്കാം. കുറച്ച് വെള്ളം, ഉരുകി റെഡിയായി വരും. ഇപ്പുറത്തെ അടുപ്പിലെ പാത്രവും ചൂടായി കഴിഞ്ഞു. ഇതിലേക്ക് 1 കപ്പ് ചമ്പാവരി, ഇതിനെ നമ്മളൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ശർക്കര ഒരു നൂൽ പാകൊന്നും ആകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഉരുകി റെഡിയായി വന്നാൽ മതി. ഇത് പിന്നെ ഇങ്ങനത്തെ പൗഡർ ഫോമിൽ കിട്ടുന്ന ശർക്കര അഴുക്കുന്നുണ്ടാവില്ല, ഭയങ്കര പ്യുവർ ഫോമിലാണ് കിട്ടുന്നത്. അപ്പോൾ അരിക്കേണ്ടി വരില്ല. അരി ചെറുതായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്, മൂത്ത് തുടങ്ങി. ശർക്കര പാനി ഇവിടെ റെഡി. ഞാൻ തീ ഓഫ് ചെയ്തു. അപ്പോൾ അരി വറുത്ത് മാറ്റിയിട്ട് അത് പൊടിക്കാനായിട്ട് മാറ്റാം. ഒന്ന് തണുത്തിട്ട് പൊടിക്കാം. പിന്നെ കപ്പലണ്ടിയും ബദാമും അണ്ടിപ്പരിപ്പും എല്ലാം കൂടി ഒന്ന് വറുക്കാം, ചെറുതായിട്ട് ഡ്രൈ ഫ്രൈ ചെയ്തിട്ട് അതും പ്രത്യേകിച്ച് പൊടിച്ച് വയ്ക്കാം. ഇതെല്ലാം പൊടിച്ചിട്ട് ഞാൻ കാണിച്ചു തരും. ഇതിപ്പോൾ നമുക്ക് ആദ്യം വറുക്കാം. അപ്പോൾ ഏതാണ്ട് നമ്മുടെ അരി വറുത്തത് ഓൾമോസ്റ്റ് റെഡി. ഇനി ഇതിലേക്ക് ഏലക്കായും കൂടി ചേർക്കുന്നു. 4-5 ഏലക്കായും കൂടി ചേർത്തിട്ട് ആ ഒരു ചൂടിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് നോക്കട്ടെ. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഇനി തീ ഓഫ് ചെയ്യാം. നല്ല ചൂടുണ്ട് റൈസിന്, അപ്പോൾ അതിനകത്ത് ഏലക്ക കിടക്കുന്നുണ്ട്. അപ്പോൾ പൊടിക്കുന്ന സമയമാകുമ്പോൾ നമുക്ക് ഏലക്കയുടെ തോട് മാറ്റിയിട്ട് അതിൻ്റെ അരി മാത്രം ഇട്ടിട്ട് പൊടിക്കാം. അപ്പോൾ ഇതൊന്ന് തണുക്കുമ്പോൾ പൊടിക്കാം. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നു. എന്നിട്ട് നമുക്ക് ഈ നട്ട്സും കൂടി ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ചൂടായി കിടക്കുന്ന അതേ ചട്ടിയിലേക്ക് തന്നെ ഇതൊരു 1/2 കപ്പ് കപ്പലണ്ടി, ഇത് ഒരു 1/4 കപ്പോളം ബദാം, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, അതും ഒരു 1/4 കപ്പോളം ചേർക്കുക. ഇതും കൂടി ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിനകത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലാക്സ് സീഡ് പോലുള്ള കാര്യങ്ങളോ, പിന്നെ സൺഫ്ലവർ സീഡോ, പംകിൻ സീഡ്സോ ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ചേർത്ത് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ നട്ട്സും പാകത്തിന് മൂത്ത് കഴിഞ്ഞു. ഒരുപാട് ബ്രൗൺ ആകണ്ട, ജസ്റ്റ് ഒന്ന് മൂത്താൽ മതി. അതും റെഡി. മൂത്തൊരു മണമൊക്കെ വരും. ഓക്കെ, ആ മണം വന്നു തുടങ്ങി. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി ഇത് രണ്ടും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ചിട്ട് തിരിച്ചു വരാം. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം.
അതുവരെ ഒരു ഷോർട്ട് മാജിക് ബ്രേക്ക്. 2-3 ഏലക്ക, 4 മുതൽ 5 ഏലക്കയും കൂടി ചേർത്ത് പൊടിച്ചെടുത്തു. നല്ല ഫൈൻ പൗഡർ, ഓക്കെ, പൊടി പോലെ നല്ലതായിട്ട് പൊടിച്ചെടുത്തു. അതുപോലെ നട്ട്സ് എല്ലാം കൂടി ഏകദേശം അരിപ്പൊടിയുടെ അത്രയില്ലെങ്കിൽ ഓൾമോസ്റ്റ് അത്രയുണ്ട്. കപ്പലണ്ടിയും ബദാമും അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് വറുത്തത്. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്യുന്നു. നല്ല റിച്ച് ടേസ്റ്റി അരിയുണ്ടയായി മാറും. ഇത് സാധാരണ നമ്മുടെ മുത്തശ്ശിമാർ ചെയ്തുകൊണ്ടിരുന്ന അരിയുണ്ടയെക്കാട്ടിലും വ്യത്യസ്തമാണ്, പക്ഷേ ഒരു നാടൻ മിക്സിങ് ആണ്. ഇത് കുറച്ചുകൂടി ഒരു ഹെൽത്തി വേർഷൻ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നല്ലൊരു മിക്സിങ് കൊടുക്കും. അപ്പോൾ എന്ത് ടേസ്റ്റ് ആയിരിക്കും അല്ലേ? കുറേ നട്ട്സിൻ്റെ പൗഡറും അതുപോലെ തന്നെ നമ്മളുടെ നട്ട്സ് പൗഡർ വിത്ത് റൈസ്, വറുത്ത അരി വറുത്ത് പൊടിച്ചത്. ഓക്കെ, ഇനി ഇതിലേക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ശർക്കര വെള്ളം, ഒരുപാട് ലൂസല്ല, നല്ല കുറുകിയ രീതിയിൽ. അപ്പോൾ മധുരത്തിനാണ് നമ്മളിത് ചേർക്കുന്നത്. അപ്പോൾ ആവശ്യാനുസരണം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ 1 കപ്പ് ശർക്കര പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ടാകും. അതിൽ നിന്നും ഇങ്ങനെ ആവശ്യാനുസരണം. പ്രത്യേകം പറയാണ്, ഒരു നൂൽ പാകമാക്കിയിട്ടില്ല, സാധാരണ ഒരു ഉരുക്കിയെടുത്തു, അത്രേ ഉള്ളൂ. കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ചെറിയൊരു ചൂടുണ്ട് ശർക്കര ഉരുക്കിയത്, കുഴപ്പമില്ല. നല്ല ഒരു സ്പെഷ്യൽ അരിയുണ്ട ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി ബാക്കിയും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കറക്റ്റ് പാകത്തിനാണ് നമുക്ക് ആ ഒരു ശർക്കര കിട്ടിയിരിക്കുന്നത്. 1 കപ്പ് ശർക്കര പൊടിച്ചതും പൗഡേർഡ് ഫോമിൽ ഇപ്പോൾ ജാഗറി കിട്ടുന്നുണ്ട്, അതും അതിനോടൊപ്പം ഒരു 1/4 കപ്പ് വെള്ളം നല്ല കൊഴുത്ത രീതിയിൽ ഉരുക്കിയെടുത്തു. ഇപ്പോൾ നല്ലൊരു ചെറിയ ചൂടുണ്ട് കേട്ടോ, ആ ചൂടോടുകൂടി തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ആവശ്യത്തിന് മധുരം ഉണ്ടാകും. എല്ലാ കാര്യങ്ങളും ഒരുപോലെ എല്ലാ ഭാഗത്തും എത്തിക്കഴിഞ്ഞു. മിക്സിങ് പ്രോപ്പറായിട്ട് ആയിക്കഴിഞ്ഞു. ഇനി ഉരുട്ടി തുടങ്ങും. അപ്പോൾ നമ്മുടെ അരിയുണ്ട ഉരുട്ടി തുടങ്ങി. ഞാൻ കൈ ഒന്നുകൂടി ഒന്ന് കഴുകിയിട്ട് വന്നു. യെസ്, പെർഫെക്റ്റ്, കറക്റ്റായിട്ടുള്ളൊരു അരിയുണ്ടായിട്ട് കിട്ടി. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നതിന് ശർക്കര ഉരുക്കിയാൽ മാത്രം മതി. ഞാൻ വീണ്ടും വീണ്ടും പറയാം, ഒരു നൂൽ പാകിനൊന്നും ചെയ്യരുത്. ഇതിങ്ങനെ തന്നെ വരും, നല്ല കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ അണ്ടിപ്പരിപ്പ്, ബദാം, കപ്പലണ്ടി 3 കാര്യങ്ങളാണ് ചേർക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഹെൽത്തിയർ ആക്കണം എന്നുണ്ടെങ്കിൽ സൺഫ്ലവർ സീഡാകാം, പിന്നെ നമ്മുടെ പംകിൻ സീഡ്സ് ചേർക്കാം, ഫ്ലാക്സ് സീഡ് എക്സ്ട്രാ വേണമെങ്കിൽ കൊടുക്കാം, അങ്ങനെയെല്ലാം ചെയ്യാം. എല്ലാം പ്രത്യേകം പൊടിച്ചാൽ മതി. കാര്യം ഒന്നിച്ചിട്ട് പൊടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എണ്ണയുടെ ഇതൊക്കെ സീഡ്സാണ്, അതിൽ ഓയിലുണ്ടാകും. ആ ഓയിലിൻ്റെ ഈർപ്പം കൊണ്ട് ഒരു ടൈറ്റായി വരും, കുഴഞ്ഞു വരും. അപ്പോൾ നമുക്ക് ശർക്കര ഇങ്ങനെ ലൂസാക്കി ഉരുക്കി ഒഴിക്കുമ്പോൾ ചിലപ്പോൾ അത് ഓവറായിപ്പോവും, അതിൻ്റെ ഒരു പാകം. അപ്പോൾ നമ്മൾ ശർക്കര സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നത് കൊണ്ട്, ഉരുക്കി ഒഴിക്കുന്നതുകൊണ്ട് എല്ലാ പൊടികളും പ്രത്യേകം പൊടിച്ചെടുത്തിട്ട് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ചമ്പാവരിയിൽ ചെയ്തു, അതിന് വരെ നവര അരി എടുത്തിട്ട്, അത് ഭയങ്കര ഹെൽത്തിയാണല്ലോ, ഹെൽത്തി വേർഷനാണ് നവര അരി. ഇതുപോലെ വറുത്തിട്ട് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ അരിയുണ്ട റെഡി. തനിനാടൻ ഹെൽത്തി വൺ. 13 അരിയുണ്ട കിട്ടിയിട്ടുണ്ട് ഈ അളവിൽ നിന്ന്. ഞാൻ 1 കപ്പ് അരി മാത്രമേ എടുത്തിരുന്നുള്ളൂ. പിന്നെ നട്ട്സ് ആണെങ്കിലും 1/2 കപ്പ് കപ്പലണ്ടി, ഒരു 1/4 കപ്പ് ബദാം, 1/4 കപ്പ് അണ്ടിപ്പരിപ്പ് എന്ന് പറയും. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ 1 കപ്പ് ശർക്കര പൊടിച്ചത്, 1/4 കപ്പ് വെള്ളം, ഇത്രയേ ഉള്ളൂ. ഒരു 4-5 ഏലക്ക. ഗംഭീരമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ അളവ് കൂട്ടിയാൽ മതി. 13 എന്നുള്ളത് 26 എണ്ണം കിട്ടും. പിന്നെ കുറച്ചുകൂടെ ചെറുതാക്കുകയാണെങ്കിൽ കൂടുതൽ കിട്ടും. പക്ഷേ ഇത്രയെങ്കിലും വേണ്ടേ? അപ്പോൾ ഈ അവധിക്കാലത്ത് കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് ഇഷ്ടമാവും, ഹെൽത്തിയാണ്. കുട്ടികൾ സന്തോഷത്തോടു കൂടി കഴിച്ചുകൊണ്ട് നടക്കും. അപ്പോൾ നല്ലൊരു അരിയുണ്ട നമുക്ക് വീട്ടിലിതുപോലെ ചെയ്യാം. അപ്പോൾ നമ്മുടെ എല്ലാം ഓർമ്മകളിലുള്ള അരിയുണ്ടയിൽ നിന്ന് ചെറിയൊരു മാറ്റം, അത്രേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം.
ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഇപ്പം നമ്മുടെ ചൂട് സമയമാണ്, സമ്മർ, അതുകൊണ്ട് തന്നെ ഒരു സമ്മർ ഡ്രിങ്ക് ആകാം അല്ലേ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഗ്രേപ്പ് സോഡയാണ്. ഗ്രേപ്പ് സോഡ എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം. ഗ്രേപ്പ് സോഡ ചേരുവകൾ: ഗ്രേപ്സ് 2 കപ്പ്, പഞ്ചസാര 2 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ ആകാം, സോഡ വാട്ടർ 1/2 ലിറ്റർ, പുതിനയില 6-7 എണ്ണം, പച്ചമുളക് 2 എണ്ണം, ഐസ് ക്യൂബ്സ് ആവശ്യാനുസരണം. ഇപ്പോൾ ഇഷ്ടംപോലെ ഗ്രേപ്സ്, മാമ്പഴം എല്ലാം കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഗ്രേപ്പ് സോഡ പോലെ തന്നെ നമുക്ക് മാംഗോ സോഡ വേണമെങ്കിൽ ചെയ്യാം, വാട്ടർമെലൺ സോഡ ചെയ്യാം, അതായത് തണ്ണിമത്തൻ കൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ടിൽ വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഇതിപ്പോൾ പച്ച കളറിലെ ഗ്രേപ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന് പകരം സാധാരണ ബ്ലാക്ക് ഗ്രേപ്സ് ഉണ്ടല്ലോ, അതിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഒരു സിമ്പിൾ മെത്തേഡാണ്, ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലിപ്പോൾ കുറച്ച് ഗ്രേപ്സ് വെച്ചിട്ടുണ്ട്. ഇതൊരു ബൗൾ നിറച്ച് ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിപ്പോൾ കപ്പളവ് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 2 കപ്പെന്ന് പറഞ്ഞോളൂ. ഓക്കെ, 1.5-2 കപ്പോളം ഗ്രേപ്സ് അത് ഒരു ബ്ലെൻഡറിലേക്ക് മാറ്റുന്നു. സീഡ്ലെസ് ആണെങ്കിൽ കൂടുതൽ നല്ലത്. ഇപ്പോൾ അല്ല, നിർബന്ധമില്ല സീഡ്ലെസ് വേണമെന്ന്. ഇത് ജ്യൂസ് അടിക്കുന്ന ടൈപ്പ് ഗ്രേപ്സാണ്. സീഡുണ്ട്, പക്ഷേ നമ്മൾ അരിച്ചായിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഇത് ആദ്യം ഇതിനോടൊപ്പം 1-2, ഒരുപാട് വേണ്ട, ഒരു 2-3 പുതിന ലീവ്സ് ഇളക്കി വെച്ചിട്ടുണ്ട്. പുതിന ലീവ്സ് ഒരു 4-5 ഇല അതും കൂടി ചേർക്കുക. പിന്നെ പഞ്ചസാര, അത് നല്ല മധുരമുള്ള ഗ്രേപ്സ് ആണെങ്കിൽ പഞ്ചസാരയുടെ അളവ് വളരെ കുറച്ച് മതി. ഇതിപ്പോൾ വലിയ മധുരമില്ല ഞാൻ നോക്കുമ്പോൾ. അപ്പോൾ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. പഞ്ചസാരയെ കാട്ടി ഹെൽത്തി വേർഷൻ ഹണി ഉണ്ടെങ്കിൽ ഹണി ചേർക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ ഹണി, തേൻ ചേർത്താലും മതി. ഇനി നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പ്യുർ ഗ്രേപ്പ് ആൻഡ് പുതിന ലീവ്സ് റെഡി. ഒരു മിൻറ്റ് ഫ്ലേവറോടുകൂടി. അതിനകത്തേക്ക് ഇതിപ്പോൾ ഒരു ചെറിയ നാരങ്ങയുടെ നീര്, 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരെന്ന് പറയാം, അതും കൂടി ഒഴിക്കും. അപ്പോൾ ഈ ബ്ലെൻഡിങ്ങിൻ്റെ സമയത്ത് അതിൻ്റെ കുരു ഒന്നും അരയാത്ത രീതിയിൽ ബ്ലെൻഡ് ചെയ്താൽ മതി. അത്ര ഒരുപാട് നേരം അരച്ചുകൊണ്ടിരുന്നാൽ കുരുവും കൂടി ചിലപ്പോൾ അരിഞ്ഞു പോകും. അതിൻ്റെ ആവശ്യമില്ല, അതിന് മുന്നേ എടുക്കണം. ഇനി ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ച് ഒരു ബൗളിലേക്ക് മാറ്റാം. ഗ്രേപ്പ് ആൻഡ് മിൻറ്റ് കോൺസെൻട്രേറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. ഏത് ഫ്രൂട്ടിൽ ചെയ്താലും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. ഇപ്പം വാട്ടർമെലനൊക്കെ ആണെങ്കിൽ കുരു മാറ്റിയിട്ട് ചെയ്യുകയാണെങ്കിൽ അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫ്രൂട്ട്സ് എപ്പോഴും ഹോളായിട്ട് കഴിക്കുന്നതാണ് ഹെൽത്തി. അതിൻ്റെ ഫൈബറൊന്നും നഷ്ടപ്പെടില്ല. ഇതിപ്പോൾ നമ്മളൊരു ജ്യൂസായിട്ട് ഉള്ള രീതിയിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്താലും മതി. ഇനി അതല്ല അരിക്കേണ്ടെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, അല്ലാണ്ടും ചെയ്യാം. അപ്പോൾ പക്ഷേ ഈ കുരു ഒന്ന് മാറ്റിയിട്ട് ഓരോ ഗ്രേപ്സും എടുത്ത് അതിൻ്റെ നടുക്കുള്ള കുരു മാറ്റണം, അല്ലെങ്കിൽ സീഡ്ലെസ് ഗ്രേപ്സ് എടുക്കുക. അങ്ങനെയാണെങ്കിൽ അരിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ നല്ലതായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് ചെയ്യാം. ഒരു ഗ്രീൻ കളറിലെ കോൺസെൻട്രേറ്റഡ് ഗ്രേപ്പ് ജ്യൂസ് കിട്ടിക്കഴിഞ്ഞു. ഇത് അതിൻ്റെ മട്ടി മാത്രമാണ്, കുറച്ച് അതിൻ്റെ സ്കിന്നും അതിൻ്റെ സീഡ്സും. ഇതിനകത്തൊക്കെയാണ് ഫൈബർ ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഗ്രേപ്പ് സോഡ തയ്യാറാക്കാം. അപ്പോൾ ഇനി ഐസ് ക്യൂബ്സ് ആവശ്യാനുസരണം, ഇനി ഇതിലേക്ക് പച്ചമുളക്, അതൊക്കെ ഓപ്ഷണലാണ്. ഒരു പച്ചമുളക് 2ആയിട്ട് ഇങ്ങനെ മുറിച്ചതും, സ്വീറ്റ് ആൻഡ് ഒരു ചെറിയൊരു എരിവ് കിട്ടാൻ ഇച്ചിരി ഉപ്പും കൂടി വേണമെങ്കിലും ചേർക്കാൻ പറ്റും. ഇനി പുതിന ഇല 1-2 ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഗ്രേപ്സിൻ്റെ കോൺസെൻട്രേറ്റ് മധുരമുള്ളതാണ്. ഒരു നുള്ളുപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. അപ്പോൾ ഇതെല്ലാം ഓപ്ഷണൽ കാര്യങ്ങളാണ്. ഇനി ഇതിലേക്ക് തയ്യാറാക്കിയ ഗ്രേപ്പ് ജ്യൂസ് ഈക്വലായിട്ട് ഒഴിക്കുന്നു. നമ്മുടെ സോഡ വാട്ടർ ഒഴിക്കുന്നു. ഒരു സ്പാർക്ലിംഗ് ഡ്രിങ്ക് പോലെ ഇരിക്കുന്നത്. വാവ്, അതിങ്ങനെ പതഞ്ഞു പോകുന്നതാണ് ആദ്യത്തെ ഒരു ഇഫക്റ്റിൽ. പിന്നെ കുറച്ച് താഴെ പോവും. ഓക്കെ, അതനുസരിച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നല്ലൊരു അടിപൊളി ഗ്രേപ്പ് സോഡ ഈസ് റെഡി. നല്ല സ്പാർക്ലിംഗ് വൈൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരു സ്പാർക്ലിംഗ് ഡ്രിങ്കായിട്ടാണ് നമുക്കത് കിട്ടുന്നത്.
അപ്പോൾ ഈ ചൂട് സമയത്ത് ഇങ്ങനെയൊരു തണുത്ത കാര്യം കിട്ടുകയാണെങ്കിൽ എന്ത് സുഖമായിരിക്കുമല്ലേ കഴിക്കുമ്പോൾ. അപ്പോൾ മധുരവും ഒരല്പം ഉപ്പും ഇച്ചിരി എരിവുമായിട്ട് ഈ ഒരു രീതിയിൽ കഴിക്കുക, അടിപൊളിയായിരിക്കും. ഇതാ ഗ്രീൻ കളറിലെ ഗ്രേപ്സ് ആയതുകൊണ്ടാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ഒരു കളർ കിട്ടിയിരിക്കുന്നത്. ഇനി അത് നമ്മുടെ കറുത്ത ഗ്രേപ്സ് ആണെങ്കിൽ അത് മറ്റൊരു ബ്യൂട്ടിഫുൾ ഗ്രേപ്പ് കളറായിട്ട് വരും. തണ്ണിമത്തനാണെങ്കിൽ നല്ല വേറൊരു കളറായിരിക്കും. ഇങ്ങനെ ഓരോ ഫ്രൂട്ടും നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച്. അപ്പോൾ അല്ലാണ്ട് തന്നെ ഷമാം ഫ്രൂട്ട് ഏതിൽ വേണമെങ്കിലും ചെയ്യാം, സ്ട്രോബെറീസ് കിട്ടുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ള കഴിയുന്നിടത്തോളം സിട്രസ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആയിരിക്കും കൂടുതൽ നല്ല. ഓറഞ്ച്, പൈനാപ്പിൾ ഒക്കെ നല്ലതാണ്. അപ്പോൾ ഏതായാലും ഈ രീതിയിൽ സോഡാസ് ഉണ്ടാക്കാം, ഫ്രൂട്ട് സോഡാസ്. ഇത് ഒരു തരം ഒരു ഫ്രൂട്ട് സോഡയാണ് ഞാനൊരു ഗ്രീൻ ഗ്രേപ്സിൽ ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങളും തയ്യാറാക്കി നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങൾ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ചത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു നമ്മുടെ ഒരു നൊസ്റ്റു ഐറ്റം പോലത്തെ ഒരു കാര്യം തന്നെയാണ്, അരിയുണ്ട, സ്പെഷ്യൽ അരിയുണ്ട ഉണ്ടാക്കി നോക്കുക. രണ്ടാമത് കാണിച്ചതും ഒരു സ്പാർക്ക്ലിംഗ് ഡ്രിങ്ക് പോലെയുള്ള നമ്മുടെ സോഡ, ഒരു ഫ്രൂട്ട് സോഡയാണ്, സോഡ ഗ്രേപ്സ് അല്ലെങ്കിൽ ഗ്രേപ്പ് സോഡ എന്ന് പറയും. അപ്പോൾ ഇത് രണ്ടും തയ്യാറാക്കുക, തീർച്ചയായിട്ടും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.